അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1448, സൂറത്തുൻ നഹൽ 17 മുതൽ 23 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു أفلا تذكرون وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم والله يعلم ما تسرون وما تعلنون والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون أموات غير أحياء وما يشعرون أيان يبعثون إلهكم إله واحد فالذين لا يؤمنون بالآخرة قلوبهم منكرة وهم مستكبرون لا جرم أن الله يعلم ما يسرون وما يعلنون إنه لا يحب المستكبرين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. أفمن يخلق എല്ലാം സൃഷ്ടിക്കുന്ന അല്ലാഹു ആണോ? കമൻ ലാ യഖ്ലുഖു ഒന്നും സൃഷ്ടിക്കാത്ത മറ്റു ദൈവങ്ങളെന്ന് പറയുന്നവരെ പോലെയാണോ? അഫലാ തദക്കറൂൻ എന്താണ് നിങ്ങൾ കാര്യങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാത്തത്? വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ ഒരുങ്ങിയാൽ ലാ തുഹ്സുഹ ആ അനുഗ്രഹങ്ങളെ ക്ലിപ്തപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു ലഗഫൂറുൻ വല്ലാതെ പൊറുക്കുന്നവനാണ്, റഹീമുൻ മഹാകാരുണ്യവാനുമാണ്. വല്ലാഹു യഅലമു അല്ലാഹു അറിയുന്നു മാ തുസിറൂന നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതും വമാ തുഅലിനൂന നിങ്ങൾ പരസ്യമാക്കുന്നതും. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് അല്ലാഹുവിനു പുറമെ ഇവർ ആരാധിക്കുന്ന ദൈവങ്ങൾ ലാ യഖ്ലുഖൂന ശൈഅ ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല. വഹും യുഖ്ലഖൂന ദൈവങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടവയാവുന്നു താനും. അംവാത്തുൻ അവകൾ ജീവനില്ലാത്തവയാണ്. ഗൈറു അഹ്യാഇൻ അംവാത്തുൻ അവ നിർജീവങ്ങളാണ്, മരിച്ചതാണ്. ഗൈറു അഹ്യാഇൻ ജീവനില്ലാത്തവയുമാണ്. വമാ യശ്ഉറൂന ആ ദൈവങ്ങൾക്കറിയില്ല അയ്യാന യുബഅസുൻ എപ്പോഴാണ് അവർ പുനർജനിപ്പിക്കപ്പെടുക എന്ന്. ഇലാഹുക്കും ഇലാഹും വാഹിദ് നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാകുന്നു. ഫല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി അപ്പോൾ പരലോകം കൊണ്ട് വിശ്വസിക്കാത്തവർ ഖുലൂബുഹും മുൻകിറ അവരുടെ ഹൃദയം എല്ലാത്തിനെയും നിഷേധിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതാണ്. വഹും മുസ്തക്ബിറൂൻ അവരാകട്ടെ അഹങ്കാരികളുമാണ്. ലാ ജറമ നിസ്സംശയം പറയാം അന്നല്ലാഹ നിശ്ചയം അല്ലാഹു യഅലമു മാ യുസിറൂൻ അവർ രഹസ്യമാക്കി വെക്കുന്നതിനെ അറിയുന്നവനാണ്. വമാ യുഅ്ലിനൂൻ പരസ്യമാക്കുന്നതിനെയും അറിയുന്നവനാണ്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ നിശ്ചയം അഹങ്കാരികളെ അല്ലാഹു തആല സ്നേഹിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. കഴിഞ്ഞ കുറെ ആയത്തുകളിൽ അല്ലാഹുവിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ, മനുഷ്യ ജീവിതത്തിന്റെ സുഖകരമായ അവസ്ഥയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങളുടെ അങ്ങേയറ്റം ബുദ്ധിപരവും അതേപോലെ അതിന്റെ സൃഷ്ടിപ്പിലുള്ള കൃത്യമായിട്ടുള്ള സൂക്ഷ്മതയും അതിന്റെ ക്രമീകരണങ്ങളിലെ സൗന്ദര്യവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ വിശദീകരിക്കുകയും ആ വിശദീകരണങ്ങൾ ഓരോന്നും അല്ലാഹുവിന്റെ ആസ്തിക്യത്തിനുള്ള തെളിവാണ് എന്ന് സമർത്ഥിക്കുകയും ചെയ്തതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി അവന്റെ ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് ഉണർത്തുകയും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിന് പകരം അല്ലാഹുവിനെ അല്ലാത്തവരെ ആരാധിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന പ്രകോപനപരമായ ശൈലി അത് അങ്ങേയറ്റം മോശമായ പ്രവണതയാണ് എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുകയാണ് ഇനി പറയുന്ന സൂക്തങ്ങളിലൂടെ എന്നിമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാഹു തആല പറയുന്നു അഫമൻ യഖ്ലുഖു
എല്ലാത്തിനെയും സൃഷ്ടിക്കുന്ന അല്ലാഹുവാണോ കമൻ ലാ യഖ്ലുഖു, ഒന്നിനെയും പടക്കാത്ത ഇവരുടെ ദൈവങ്ങളെ പോലെയാണോ? ആണോന്ന് വെച്ചാൽ എന്താ അതിന്റെ ഉദ്ദേശം? എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിച്ച് അതിനാവശ്യമായിട്ടുള്ള നിലവാരവും അതേപോലെ തന്നെ ജീവിത ക്രമീകരണത്തിന്റെ ശൈലികളും എല്ലാം ഉണ്ടാക്കുന്ന അല്ലാഹുവിനോട് സമമാക്കി അല്ലാഹുവിന് മാത്രം നൽകേണ്ട ആരാധനകളെ ഒന്നിനെയും സൃഷ്ടിക്കാത്ത, ആരാധനക്ക് അർഹതയില്ലാത്ത ജീവികൾക്ക് കൂടി പങ്കുവച്ചു കൊടുക്കുന്ന രീതി, ആ രീതി ശരിയാണോ എന്ന് ചോദിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത്. അഫമൻ യഖ്ലുഖു, എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നവനാണോ കമൻ ലാ യഖ്ലുഖു, ഒന്നിനെയും സൃഷ്ടിക്കാത്തവനെ പോലെ ആകുമോ എന്ന് വെച്ചാൽ അല്ലാഹു എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നവനാണ്, അവകൾക്ക് ജീവിക്കാനുള്ള വഴിയൊരുക്കുന്നവനാണ്. ആ അല്ലാഹുവും ഒന്നിനെയും പടക്കാത്ത നിങ്ങളുടെ ദൈവങ്ങളും ഒരുപോലെയാണോ? ആണെങ്കിലല്ലേ നിങ്ങൾ അല്ലാഹുവിന് മാത്രം കൊടുക്കേണ്ട ആരാധന ആ ദൈവങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ ഒന്നിനെയും പടക്കാത്ത ആ ദൈവങ്ങൾ അല്ലാഹുവിനെ പോലെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളതാണ് എന്ന് വെറുതെ ആരോപിച്ച് അവകൾക്ക് ആരാധന ചെയ്യുന്ന നിങ്ങളുടെ നിലപാട് എന്തുമാത്രം ബുദ്ധിശൂന്യമാണ്. അഫലാ തദക്കറൂൻ, നിങ്ങളൊന്ന് ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുകയാണ് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ ലാ തുഹ്സുഹാ, അതിനെ നിങ്ങൾക്ക് എണ്ണിക്ലിപ്തപ്പെടുത്താൻ സാധിക്കില്ല. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ആഴവും പരപ്പും വിശദീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് ക്ലിപ്തപ്പെടുത്താനോ സാധിക്കാത്ത വിധം അനുഗ്രഹങ്ങളുടെ വർധനവ് ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും നിരന്തരം അല്ലാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങൾക്ക് നൽകിയത്. ശ്വസിക്കാൻ ആവശ്യമായ സംവിധാനം അവൻ നൽകിയതാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഒരു തവണ നമ്മൾ ശ്വസിക്കുന്ന ആ അനുഗ്രഹത്തിന്റെ തന്നെ ആഴവും പരപ്പും അതിന്റെ പവറും എത്രയാണെന്ന് മനസ്സിലാകുന്നത് എപ്പോഴാ? നമ്മുടെ ശ്വസന പ്രക്രിയക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഡാമേജ് സംഭവിക്കുമ്പോഴല്ലേ. ശ്വാസം ലഭിക്കുന്നില്ല, ശ്വസിക്കാൻ സാധിക്കുന്നില്ല, കൃത്രിമ ഓക്സിജൻ സിലിണ്ടറുകളുടെ സഹായം തേടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വരുമ്പോൾ നമുക്കറിയാമല്ലോ, എത്ര കാലമായി ഞാനിവിടെ ജീവിക്കുന്നു, ജനിച്ച അന്ന് മുതൽ ഇതുവരെയും സ്മൂത്തായി ശ്വസിക്കാനുള്ള സംവിധാനം ഒരുക്കിത്തന്ന നാഥൻ തന്ന അനുഗ്രഹം, ആ ഒരൊറ്റ ശ്വസിക്കാനുള്ള കഴിവ് എന്ന് പറയുന്ന, ഓരോ നിമിഷത്തിലും ശ്വസിക്കാനുള്ള കഴിവ് എന്ന് പറയുന്ന ആ അനുഗ്രഹത്തിനു പോലും എണ്ണം കണക്കാക്കാനോ അതിന്റെ മൂല്യം നിർണ്ണയിക്കാനോ സാധിക്കാത്ത വിധം അശക്തരാണ് നമ്മൾ. ഇത് നമുക്ക് എപ്പോഴാ മനസ്സിലാവുക? ശ്വാസത്തിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം വന്നു, ഒരു ഹോസ്പിറ്റലിൽ പോയി, ഏതാനും സമയം നമുക്ക് കൃത്രിമ ഓക്സിജൻ ഉപയോഗിച്ച് ശ്വാസോച്ഛ്വാസം നിലനിർത്താനുള്ള സംവിധാനമുണ്ടാക്കി, ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടുകൂടെ ശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ശ്വസന പ്രക്രിയ യഥാവിധി പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ ഓക്സിജൻ സിലിണ്ടർ ഒഴിവാക്കി ഹോസ്പിറ്റലിൽ നിന്ന് വിട പറഞ്ഞു പോരുന്ന സമയത്ത് അത്രയും സമയം ശ്വസിച്ചതിന് സാമാന്യം കൊള്ളാവുന്നൊരു ബില്ല് ആശുപത്രി അധികൃതർ നമ്മിലേക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് ബുദ്ധിയുള്ളവനാണെങ്കിൽ ചിന്തിക്കണം, അല്ലാഹുവേ, നീയാകുന്ന യജമാനന്റെ അനുഗ്രഹത്തിന് ഞാൻ എങ്ങനെ നന്ദി ചെയ്യാനാണ്? ഇവിടെ അരമണിക്കൂർ സമയം ഇവരുടെ കൃത്രിമ ശ്വാസോച്ഛ്വാസ സംവിധാനത്തിന്റെ കൂടെ നിന്നപ്പോഴേക്ക് എനിക്കൊരു രൂപ ചെലവാകുന്നു എങ്കിൽ ഞാൻ ജനിച്ചത് മുതൽ 50 or 60 കൊല്ലമായി, അല്ലെങ്കിൽ 70 or 75 വർഷമായി, ഇത്രയും കാലം എനിക്ക് നീ നൽകിയ ഈ ശ്വസന പ്രക്രിയയുടെ സ്മൂത്തായ ശൈലിക്ക് നീയെങ്ങാനും ചെറിയൊരു വിലയിട്ടിരുന്നുവെങ്കിൽ ആ വില നൽകാനും അടക്കാനും സാധിക്കാതെ ഞാൻ അങ്ങേയറ്റം വിഷമിച്ചു പോയേനെ. ഈ ഒരൊറ്റ കാര്യം മാത്രം ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിച്ചാൽ ആ മനുഷ്യന് അല്ലാഹുവിനെ വെല്ലുവിളിക്കാൻ സാധിക്കുമോ? അവനെ ധിക്കരിക്കാൻ കഴിയുമോ? അവന്റെ അനുഗ്രഹങ്ങളുടെ ആഴവും പരപ്പും മനസ്സിലാകാതെ പോകുമോ? ഇതാണ് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അവയവങ്ങൾക്കും അല്ലാഹു തആല നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ, അതിന്റെ സേവനങ്ങൾ,
ആ ഓരോ പാർട്ടിന്റെയും കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്ന് വിശാലമായി നമ്മൾ നമ്മുടെ ശരീരത്തെ ഒന്ന് പഠിച്ചാൽ തന്നെ അള്ളാഹുവിന്റെ ആസ്തിക്കും അവന്റെ ഖുദ്റത്തും അവരിൽ വിശ്വസിക്കേണ്ടതിന്റെ അനിവാര്യതയും നമ്മെ അത് ബോധ്യപ്പെടുത്തി തരും. അതുകൊണ്ടാണ് ചില മഹാന്മാർ പറഞ്ഞു, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ഒരാൾക്ക് തന്നെ തിരിഞ്ഞാൽ അവന്റെ അള്ളാഹുവിനെ മനസ്സിലാകുമെന്ന്, റബ്ബിനെ മനസ്സിലാകുമെന്ന്. ആ പറഞ്ഞതിന്റെ അർത്ഥം എങ്ങനെയാ? എന്റെ ശരീരത്തിന്റെ അകത്ത് അള്ളാഹു തആല സംവിധാനിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ, ഓരോ പാർട്ടുകൾ, ആ പാർട്ടുകളുടെ സേവനങ്ങൾ, ആ പാർട്ടുകൾ എനിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ വേണ്ടി അള്ളാഹു ആകുന്ന യജമാനൻ അവകൾക്ക് നൽകിയിട്ടുള്ള കഴിവും ശേഷിയും, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചാൽ ഇതെല്ലാം ഇത്ര സ്മൂത്തായി സംവിധാനിച്ചിരിക്കുന്ന അതിനിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ, അതിസങ്കീർണമായിട്ടുള്ള സെറ്റപ്പ് ഈ ഒരു ചെറിയ ശരീരത്തിന്റെ അകത്ത് സംവിധാനിച്ചിരിക്കുന്ന നാഥൻ അവന്റെ സൃഷ്ടിപ്പിന്റെ ആ വൈപുല്യവും അതേപോലെ തന്നെ അതിന്റെ ഒരു ഗാംഭീര്യവും അല്ലാഹു തആലാക്ക് സൃഷ്ടിപ്പിന്റെ വിഷയത്തിലുള്ള കഴിവിന്റെ ആഴവും അതെത്രമാത്രമുണ്ടെന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു കിഡ്നിയുടെ പ്രവർത്തനം, ഓരോ ദിവസവും നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാകണമെന്നത് എപ്പോഴാ നമുക്ക്? കിഡ്നി തകരാറായി ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലല്ലേ ഇത്രയും കാലം എന്റെ ഈ ശരീരത്തിന്റെ അകത്ത് ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി നിർവഹിച്ചിരുന്ന കിഡ്നിയുടെ സേവനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുക. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ടായിട്ട് നിറകുടം തൻ ചുമലിൽ വെച്ച് കുടിനീർത്തിരന്തിടവേ, ശുജായി മൊയ്തു മൗലവി തന്റെ സഫലമാലയിൽ ഒരു ചിന്തിക്കാനാവശ്യമായ വിധത്തിൽ നമ്മളോട് പറയാണ്, നിറഞ്ഞ കുടം വെള്ളം നമ്മുടെ ചുമലിൽ വെച്ചിട്ട് ഒരൽപ്പം കുടിനീര് കിട്ടുമോ എന്ന് തെരഞ്ഞു നടക്കുന്ന പൊട്ടൻ, അങ്ങനെ തെരഞ്ഞു നടക്കുന്ന മനുഷ്യൻ എന്തുമാത്രം ബുദ്ധിശൂന്യനാണ് എന്ന് പറഞ്ഞാൽ ആലങ്കാരികമായി അത് സൂചിപ്പിച്ചതാണ്. എന്താ പറഞ്ഞതിന്റെ താല്പര്യം? ബഹുമാനപ്പെട്ട ശുജായി മൊയ്തു മൗലവി നമ്മളോട് ചോദിക്കുന്നത്, നിന്റെ സ്വന്തം ശരീരത്തെക്കുറിച്ച് മാത്രം നീ ഒന്ന് വിശകലനം നടത്തിയാൽ തന്നെ യജമാനനായ അള്ളാഹുവിന്റെ കഴിവിന്റെയും അവന്റെ ഖുദ്റത്തിന്റെയും അവന്റെ ശക്തിയുടെയും ഒക്കെ വിശാലമായ സാഹചര്യവും അവസ്ഥയും നിനക്ക് ബോധ്യപ്പെടും. അതാണ് നിറകുടം തൻ ചുമലിലേറ്റി കുടിനീർ തിറന്നിടവേ. കുടിനീര് തെരഞ്ഞു നടക്കുകയാണ്, നിറച്ചു വെള്ളം ചുമലിൽ വെച്ചിട്ട്. ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ടാണ് ഖുർആൻ ചോദിക്കുന്നത്, അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ നിന്നാലാത്ത സുഹ, അത് നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാൻ സാധിക്കില്ല. അത്ര അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടും ആ അനുഗ്രഹദാതാവായ അള്ളാഹുവിനെ വിസ്മരിക്കാൻ, ഒരു വേള അവനെ നിഷേധിക്കാൻ തന്നെ മെനക്കെടുന്ന നിങ്ങളുടെ ബുദ്ധിശൂന്യത എന്തുമാത്രം പരിതാപകരമാണ്. എന്നിട്ടും അള്ളാഹു എന്താ ചെയ്യുന്നത്? ഇത്രയൊക്കെ നിങ്ങൾ പ്രകോപനമുണ്ടാക്കിയിട്ടും സഡൻ നിങ്ങൾക്കെതിരെ ഒരു ആക്ഷൻ അള്ളാഹു എടുക്കുകയാണോ? അല്ല, വീണ്ടും അവൻ അടിമകൾക്ക് സാവകാശം നൽകുകയാണ്, ചിന്തിക്കാനുള്ള സമയം തരികയാണ്, ആലോചിക്കാനുള്ള അവസരവും സാഹചര്യവും ഉണ്ടാക്കുകയാണ്. അതാണ് അള്ളാഹു പറയുന്നത്, ഇന്നല്ലാഹ്, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ലഗഫൂറുൻ, അവൻ വല്ലാതെ പൊറുക്കുന്നവനാണ്, റഹീമുൻ, അടിമകളോട് മഹാകാരുണ്യം ചെയ്യുന്നവനുമാണ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ട ഇമാം തഫ്സീർ ഖാസിനിൽ കാണാം, ഇന്നല്ലാഹ ലഗഫൂറുൻ ലിതഖ്സീരിക്കും ഫിൽ ഖിയാമി ബിശുക്രി നിഅമതിഹി കമാ യജിബു അലൈക്കും. നിങ്ങൾക്ക് നിർബന്ധമുള്ളതുപോലെ നന്ദി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാത്തതിന് അല്ലാഹു തആല നിങ്ങളെ ശിക്ഷിക്കുന്നതിന് പകരം നിങ്ങൾക്ക് അവൻ പുറത്തു തരികയാണ്. റഹീമും ബിക്കും, നിങ്ങളോട് അവൻ കരുണ കാണിക്കുകയുമാണ്. ഹൈസു വസ്തഅ അലൈക്കും നിഅമ, അനുഗ്രഹങ്ങളെ അവൻ നിങ്ങൾക്ക് വിശാലമാക്കി തന്ന നേരത്ത്, വലം യഖതഅഹ അൻകും, നിങ്ങളെ തൊട്ട അനുഗ്രഹങ്ങൾ അവൻ ഡിസ്കണക്ട് ചെയ്യാതിരിക്കുകയും ചെയ്ത നേരത്ത്, ബിസബബി തഖ്സീരി വൽ മആസി, നിങ്ങളിൽ നിന്ന് പോരായ്മകളും തെറ്റുകുറ്റങ്ങളും സംഭവിച്ചതിന്റെ പേരിൽ നൽകുന്ന അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും നിർത്തിവെക്കാതെ അവൻ അത് വീണ്ടും നിങ്ങൾക്ക് വാരിക്കോരി തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ നിങ്ങൾക്ക് വലിയ കാരുണ്യമാണ് ചെയ്തത്. എന്നിട്ടും നിങ്ങളത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും തിന്മയിൽ നിന്ന് തിന്മയിലേക്ക്, തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് സഞ്ചരിക്കുമ്പോൾ പ്രകോപനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിച്ചു മനസ്സിലാക്കാൻ ഇനിയും വൈകരുത് എന്നാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വല്ലാഹു യഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ, നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹുവിന് അറിയാം. എന്ന് പറഞ്ഞാൽ
ഈ മഹത്തായ സന്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചു തരാൻ പ്രബോധന ദൌത്യവുമായി കടന്നു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിന് പകരം ആ നബിതങ്ങളെ ഉപദ്രവിക്കാനും തങ്ങൾക്കെതിരെ പാരവണിയാനും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് സ്വകാര്യമായി ആലോചിക്കുകയും പരസ്യമായി നബിതങ്ങൾക്കും വിശ്വാസികൾക്കുമെതിരെ ആകാവുന്ന വിധത്തിലുള്ള ദുരിതങ്ങൾ കാഴ്ചവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത മുശ്രിക്കുകളോട് അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ സ്വകാര്യമായി മുത്തനബിക്കെതിരെ നടത്തുന്ന കുതന്ത്രങ്ങൾ അല്ലാഹു അറിയുന്നുണ്ട്, അതോടൊപ്പം തന്നെ പരസ്യമായി നിങ്ങൾ ചെയ്യുന്ന ഈ ഉപദ്രവങ്ങളും അറിയുന്നുണ്ട്. അതതിന്റെ ഈ ആയത്തിറങ്ങാണ്ടായ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം എന്ന രൂപത്തിൽ മനസ്സിലാക്കാം. അതുമാത്രമല്ല, നമ്മൾ എന്തൊക്കെ സ്വകാര്യമായി ചെയ്യുന്നു, എന്തൊക്കെ പരസ്യമായി പറയുന്നു, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അർഹമായ പ്രതിഫലവും, രക്ഷയാണെങ്കിൽ രക്ഷ, ശിക്ഷയാണെങ്കിൽ ശിക്ഷ, അത് അല്ലാഹു നൽകുകയും ചെയ്യും. പുറത്ത് നമ്മൾ നടത്തുന്ന അവകാശവാദമോ ചാരിത്ര പ്രസംഗമോ അല്ല, അകത്ത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഗതികളുടെ മെറിറ്റ് മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലാഹു നിങ്ങളെ പ്രതിഫലം കൊണ്ട് അനുഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ ചെയ്യുക എന്ന് ചുരുക്കം. എന്നിട്ട് അല്ലാഹു തആല പറയാം, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിക്കുന്ന ദൈവങ്ങൾ അല്ലെങ്കിൽ ആരാധിക്കുന്ന ദൈവങ്ങൾ. ഇവിടുത്തെ ഈ വിളി അല്ലെങ്കിൽ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ ആരാധന എന്ന താല്പര്യത്തോടുകൂടെയുള്ള വിളിയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു ആരാധനകളാണെങ്കിലും അങ്ങനെ തന്നെ. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ അല്ലെങ്കിൽ വിളിക്കുന്ന ദൈവങ്ങൾ, ലാ യഖ്ലുഖൂന ശൈഅൻ, അവരൊന്നിനെയും പടക്കുന്നില്ല, വഹും യുഖ്ലഖൂൻ, അവർ തന്നെയും പടക്കപ്പെടുകയാണ് ചെയ്യുന്നതും. അല്ലാഹു തആലാക്ക് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ, ആ ദൈവങ്ങൾ ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല. അല്ലാഹു ആണെങ്കിലോ ഈ ദൈവങ്ങളെ അടക്കം നിങ്ങളൊക്കെ സൃഷ്ടിച്ചതാണ്. അപ്പൊ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെ സൃഷ്ടാവായ അല്ലാഹുവിനോട് സാമ്യപ്പെടുത്തുകയും അവർ തമ്മിലുള്ള ഒരു തുലനമുണ്ടാക്കുകയും ചെയ്യുന്നത് ബുദ്ധിശൂന്യതയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൃത്യമായി വിശദീകരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വല്ലാഹു അംവാത്തുൻ ഗൈറു അഹ്യാഇൻ, ആ ബിംബങ്ങൾ അവര് നിർജീവ വസ്തുക്കളാണ്. ഗൈറു അഹ്യാഇൻ, ജീവനില്ലാത്തവയാണ്. നിർജീവം എന്ന് പറഞ്ഞതിന്റെ അതേ ആശയം തന്നെയാണ് ജീവനില്ലാത്തതെന്ന്. അതിന്റെ ശക്തി, അതിനൊന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണത് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് അല്ലാഹു തആല അവകൾക്ക് ജീവനില്ല, അവകൾ നിർജീവമാണ് എന്ന് പറയുകയും അതുപോലെ തന്നെ അവകൾ ഒന്നിനെയും പടക്കുന്നില്ല, അവകൾ തന്നെ പടക്കപ്പെട്ടതാണ് എന്നും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് എന്തിനാണ്? ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. അല്ലാഹു തആല അത് വിശദീകരിക്കുന്നത് അല്ലാഹുവിന് പുറമെ അല്ലാഹ്ക്ക് മാത്രം നൽകേണ്ട ആരാധന ഈ പറയുന്ന വസ്തുക്കൾക്ക് നൽകിയിട്ട് അവകൾക്ക് കൂടി ആരാധിക്കപ്പെടാനുള്ള അർഹതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഈ നിലപാട് അങ്ങേറ്റം ബുദ്ധിശൂന്യതയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം വിശദീകരിച്ചിട്ടുള്ളത്. അവരുടെ ദൈവങ്ങൾക്ക് എന്തില്ല? ജീവനില്ല, അവകൾ നിർജീവങ്ങളാണ്, ബിംബങ്ങളും കല്ലുകളുമൊക്കെയാണത്, ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ലാത്ത, അതേപോലെ ഇവരുടെ ജീവിതത്തിൽ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിവില്ലാത്ത ആ വസ്തുക്കളെ ദൈവങ്ങളാക്കി ആരാധിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം വിഷമകരമായ അല്ലെങ്കിൽ ബുദ്ധിശൂന്യമായിട്ടുള്ള നിലപാടാണ് എന്നു മാത്രമല്ല, വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, എപ്പോഴാണ് അവർ പുനർജനിപ്പിക്കപ്പെടുക എന്നവർക്ക് അറിയുകയുമില്ല. ഈ ദൈവങ്ങൾക്ക് തന്നെ അറിയില്ല. ദൈവങ്ങളെയും അതേപോലെ തന്നെ അവരുടെ കൂടെയുള്ള ആരാധ്യന്മാരെ, അവർക്ക് ആരാധിച്ച ആരാധ്യന്മാരെയും അല്ലാഹു തആല എന്നാണ് ഹാജരാക്കുക എന്നറിയില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഈ ബിംബങ്ങൾ ദൈവങ്ങളാണ് എന്ന് കണക്കുകൂട്ടുന്ന നിലപാടിന്റെ ബുദ്ധിശൂന്യത അല്ലാഹു തആല ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്താ, അല്ലെങ്കിൽ ഈ സംസാരത്തിന്റെ അർത്ഥം ഫകൈഫ യുഅ്ബദൂൻ, ബഹുമാനപ്പെട്ട തഫ്സീറുകളിൽ കാണുന്നത് പോലെ ഇതിന്റെ അർത്ഥം അവർ ജീവനില്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നെ എങ്ങനെ നിങ്ങൾ അവർക്ക് ആരാധിക്കുന്നു എന്നാണ്. എല്ലാത്തിനെയും സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന നാഥനെ വിട്ട് ഈ ഒരു ഉപകാരവും ചെയ്യാത്ത, കാണുകയും കേൾക്കുകയും ചെയ്യാത്ത വസ്തുക്കളെ നിങ്ങൾ എന്തിന് ദൈവമാക്കിക്കൊണ്ട് നടക്കണം എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. മറിച്ച് ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏകനായ അല്ലാഹു ആണ് എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ഏകത്വം കൊണ്ട് നടക്കുന്നവൻ, അവനാണ് നിങ്ങളുടെ ആരാധ്യൻ എന്ന് പറഞ്ഞാൽ പടച്ചവന് തുല്യനായി ഒരു ശക്തിയില്ല,
അള്ളാഹുവിന്റെ സത്ത പോലെ മറ്റൊരു സത്തയില്ല, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പോലെ മറ്റൊരു വിശേഷണം ആർക്കുമില്ല, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ പോലെ മറ്റൊരു പ്രവർത്തനവും ആർക്കുമില്ല. എല്ലാത്തിലും ഏകത്വം നിലനിർത്തുന്ന അള്ളാഹു, അവൻ മാത്രമാണ് നിങ്ങളുടെ ആരാധ്യൻ. എന്നാൽ ഫല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി, പരലോകം കൊണ്ട് വിശ്വസിക്കാത്തവർ, ഖുലൂബുഹും മുൻകിറത്തുൻ, അവരുടെ ഹൃദയങ്ങൾ എല്ലാ നന്മയെയും സത്യത്തെയും നിഷേധിക്കുന്നവയാണ്. വഹും മുസ്തക്ബിറൂൻ, അവർ അഹങ്കാരികളുമാണ്. അഹങ്കാരം കൊണ്ടാണ്, സത്യം മനസ്സിലായിട്ടും ശരിയുടെ പക്ഷത്ത് നിൽക്കാത്തത് അവരുടെ അഹങ്കാരത്തിന്റെ ആ ശക്തി കൊണ്ടാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ലാജറമ, സംശയമില്ല, അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അവർ പരസ്യമാക്കുന്നതും രഹസ്യമാക്കുന്നതും അള്ളാഹുവിനറിയാം. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ, അഹങ്കാരികളെ അള്ളാഹു സ്നേഹിക്കുന്നതല്ല. അതായത് ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണെന്നും ഇവരുടെ ദൈവങ്ങൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ സാധിക്കില്ലെന്നും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും ഇവർ തന്നെ ഷെയ്പ്പാക്കിക്കൊണ്ടിരിക്കുന്ന വസ്തുക്കളെ ദൈവമാണെന്ന നിലക്ക് പൂജിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് ഒരു നിലക്കും തന്നെ ബുദ്ധിയുള്ളവനിൽ നിന്നും ഉണ്ടാകേണ്ട ഒരു അറ്റംപ്റ്റ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഇത് കൃത്യമായി പ്രവാചകന്മാർ കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്തിയിട്ടും അത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സാധിക്കാത്ത നിലപാട് സ്വീകരിക്കുന്നത്, സത്യം ബോധ്യപ്പെട്ടിട്ടും അത് അംഗീകരിക്കില്ല എന്ന നിലപാടിലൂടെ മുന്നോട്ടു പോകുന്നത് അഹങ്കാരത്തിന്റെ വല്ലാത്തൊരു ശൈലിയാണെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.